നമസ്കാരം. ഇന്റർനാഷണൽ ട്രേഡ് മാർക്ക് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ടെർമിനോളജിയാണിത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്, ആളുകൾക്കുണ്ട്. പലപ്പോഴും ഇത്തരം ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ കൺസൾട്ടൻസിന് കുറച്ച് മടിയാണ്, പേടിയാണ്. കാരണം ഇത് ഒരുപാട് നിയമങ്ങളുണ്ട് ഇതിനകത്ത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇവിടെ കുറേ നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻ്റർനാഷണൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെല്ലായിടത്തും നമുക്ക് നമ്മുടെ ബ്രാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തെറ്റ്. രണ്ട്, വിദേശ രാജ്യങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലും ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഇന്ത്യയിൽ ആർക്കും ആ പേര് ഉപയോഗിക്കാൻ കഴിയത്തില്ല. തെറ്റ്. ഒരിക്കൽ ഒരു ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. പിന്നെ അത് നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. പിന്നെ യാതൊരു രീതിയിലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല, നമ്മുടെ ബ്രാൻഡ് ഉണ്ടാവത്തില്ല. തെറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദർ ഈസ് നോ സിംഗിൾ ഗ്ലോബൽ ട്രേഡ് മാർക്ക്. സിംഗിൾ ഗ്ലോബൽ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകമെമ്പാടും ആ പേര് ഉപയോഗിക്കാം. അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ടെർമിനോളജി തന്നെ പലപ്പോഴും ആളുകൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ടെർമിനോളജിയാണ്. അതിനപ്പുറത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഗ്ലോബൽ ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള ട്രേഡ് മാർക്ക് നിയമങ്ങളുണ്ട്. ഇന്ത്യക്ക് ഒരു ട്രേഡ് മാർക്ക് നിയമമുണ്ട്, മറ്റൊരു രാജ്യത്തിന് മറ്റൊരു ട്രേഡ് മാർക്ക് നിയമമുണ്ട്. അപ്പം ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ട്രേഡ് മാർക്കുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇന്ത്യയിൽ നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കകത്ത് പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾ യു എയിൽ ഒരു ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു എയിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. യു എയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഇത്തരത്തിൽ ഓരോ രാജ്യത്തിലും സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവിടുത്തെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ ഒരു ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു ബോഡി ഇല്ല, ലോകമെമ്പാടുമുള്ള ഒറ്റ നിയമം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യണം. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നാഷണൽ റൂട്ട്. നാഷണൽ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിൽ ഞാൻ ഡയറക്റ്റായിട്ട് അവിടുത്തെ ഒരു കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നു. ഇന്ത്യയിൽ എന്നെ പോലുള്ള ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റ് ട്രേഡ് മാർക്ക് ഏജൻറ്റിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു യു കെയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യും. ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ സെപ്പറേറ്റ്. ഇത്തരത്തിൽ ഓരോ രാജ്യത്തിലെയും ട്രേഡ് മാർക്ക് ഏജൻസിനെ കണക്ട് ചെയ്തിട്ട് ആ രാജ്യത്തിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ, നോർമൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഇതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ മാഡ്രിഡ് പ്രോട്ടോക്കോൾ. മാഡ്രിഡ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ നാഷനിലേക്ക് സിംഗിൾ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഇപ്പം യു എസിലേക്ക് അപ്ലൈ ചെയ്യണം, യു കെയിലേക്ക് അപ്ലൈ ചെയ്യണം, ഒപ്പം തന്നെ ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യണം. ഇത്തരത്തിൽ കുറച്ചധികം യു കെയിലേക്കും യു എയിലേക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിക്കുന്നു. ഞാൻ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളിലും ഒറ്റ ആപ്ലിക്കേഷനിൽ ഞാൻ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. ദിസ് ഇസ് എ പ്രോസസ്. പക്ഷേ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാഡ്രിഡ് പ്രോട്ടോക്കോളിനകത്ത് വരുന്ന രാജ്യങ്ങൾ ഏകദേശം ഒരു 130ഓളം രാജ്യങ്ങളുണ്ട്. ഈ 130ഓളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് സിംഗിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഫയൽ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഓരോ രാജ്യത്തിലെയും ഫീസ് ഡിഫറെൻ്റ് ആണ്. ആ ഫീസ് നിങ്ങൾ പേ ചെയ്തിട്ട് വേണം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഓരോ രാജ്യത്തിലും സെപ്പറേറ്റ് ഫീസ് ആയിരിക്കും. ആ സെപ്പറേറ്റ് ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും നിങ്ങൾ ഒരു മാഡ്രിഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കൊരു ബേസ് ഫീ ഉണ്ട്. ഞാൻ ഫീസ് എത്രയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഇന്ത്യക്കൊരു ബേസ് ഫീ ഉണ്ട്. ആ ബേസ് ഫീ പ്ലസ് ഓരോ രാജ്യത്തിലെ ഫീസ്, ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ നമ്മളൊരു 5,000 റുപ്പീസ് കൂടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് അതിൻ്റെ ഒരു ഫീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ 100% നമുക്ക് എല്ലാ രാജ്യത്തിലും കിട്ടും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയത്തില്ല. ഇപ്പം ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ട്രേഡ് മാർക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് യു എയിൽ കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇന്ത്യയിൽ മറ്റുള്ള ആരും ഈ പറയുന്ന ഒരു പേരിൽ, സ്പെസിഫിക് പേരിൽ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് കിട്ടും. പക്ഷേ യു എയിൽ ഇതേ പേര് മറ്റൊരാൾ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. റൈറ്റ്? അപ്പോൾ ഓരോ രാജ്യത്തിലും സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യത്തിലും നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ അവിടെ ട്രേഡ് മാർക്കിന് അപ്ലൈ, ആ രാജ്യം കൂടി നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒരു ഒബ്ജെക്ഷൻസോ ഒപ്പോസിഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ട്രേഡ് മാർക്ക് ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
യു എയിൽ നിന്ന് നിങ്ങളൊരു ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ യു എ ഒരു ബേസ് കൺട്രി ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് ഫയൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അത് ഇന്ത്യയും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വിചാരിക്കുക. അപ്പം ഇന്ത്യയിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യയിലൊരു ഏജൻറ്റിന്, ഇപ്പം എന്നെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു, എന്നെ കണക്ട് ചെയ്തിട്ട് ഇന്ത്യയിലത്തെ അതിനുള്ള ഒബ്ജക്ഷനുള്ള റിപ്ലൈ നമ്മൾ ഫയൽ ചെയ്യുന്നു, ഹിയറിങ്ങിന് അപ്പിയർ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യയിലൊരു ഏജൻറ്റ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പം ഓരോ രാജ്യത്തിലും ഏജൻറ്റിനെയും കണക്ട് ചെയ്യേണ്ടത് വരും. ഇതെല്ലാം ഈ പറയുന്ന ട്രേഡ് മാർക്ക് ഈ മാഡ്രിഡ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ട്രേഡ് മാർക്ക് എടുത്തു കൊടുക്കുന്ന ഈ ഏജൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ മാഡ്രിഡ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഏത് രാജ്യത്തു നിന്നാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ഒറിജിൻ നേഷൻ ഉണ്ടാവുമല്ലോ, ആ നേഷനിൽ ഒന്നില്ലെങ്കിൽ അപ്ലൈഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് വേണം. അതായത് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിരിക്കണം. എപ്പോഴും നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം, അപ്ലൈഡ് ട്രേഡ് മാർക്കിനേക്കാളും കൂടുതൽ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിരിക്കും നല്ലത്. കാരണം അപ്ലൈഡ് ട്രേഡ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ അത് രജിസ്ട്രേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഈ ട്രേഡ് മാർക്കിന് നമ്മൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ട്രേഡ് മാർക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഡയറക്റ്റ്ലി അത് മറ്റ് രാജ്യത്തെ ട്രേഡ് മാർക്കിനെയും ബാധിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻസി പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ നമ്മൾ ഈ അവിടുത്തെ അപ്ലിക്കേഷനെ കൺവേർട്ട് ചെയ്തിട്ട്, ഈ മാഡ്രിഡ് അപ്ലിക്കേഷനെ കൺവേർട്ട് ചെയ്തിട്ട് നാഷണൽ റൂട്ട് വഴിയുള്ള അപ്ലിക്കേഷനാക്കി മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കലായിട്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫീസ് ഞാൻ പറഞ്ഞുതരാം. ഫീസ് വരുന്നത് ഞാൻ പറഞ്ഞു, ഒരു ബേസ് ഫീ ഉണ്ടാവും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബേസ് ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 653 സ്വിസ് ഫ്രാങ്ക്സ് ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 63,000 to 65,000 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും ബേസ് ഫീ വരുന്നത്. ഇനി ഒരു കളേർഡ് മാർക്കാണെന്നുണ്ടെങ്കിൽ, കളറിലൊരു ലോഗോ ആണെന്നുണ്ടെങ്കിൽ ആ കളറും കൂടെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് ഫീസായിട്ട് പേ ചെയ്യേണ്ടത് 903 സ്വിസ് ഫ്രാങ്ക്സ് ആണ് പേ ചെയ്യേണ്ടത് ബേസ് ഫീ. ഇത് മാത്രമല്ല, നമ്മൾ ഓരോ രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ രാജ്യം സെലക്ട് ചെയ്യുമ്പോഴും ആ രാജ്യത്തെ ഫീസ് കൂടെ നമ്മൾ പേ ചെയ്യണം. നോക്കുന്ന സമയത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ളത് മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത്. എന്നിട്ടും ഇവിടെ ആൾക്കാർ ബാർഗെയിൻ ചെയ്യാനായിട്ട് വരും, അയ്യോ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു 3 രാജ്യത്തിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ട്, നമുക്ക് ഓസ്ട്രേലിയയിൽ ചെയ്യണം, യു എയിൽ ചെയ്യണം, യു കെയിൽ ചെയ്യണം, ഈ 3 രാജ്യങ്ങളിൽ ചെയ്യണം. അപ്പം ഓസ്ട്രേലിയയിൽ ഫീസ് വരുന്നത് 232 സ്വിസ് ഫ്രാങ്ക്സ്, യു എയിൽ വരുന്നത് 1630 സ്വിസ് ഫ്രാങ്ക്സ്, യു കെയിൽ വരുന്നത് 202. സോ ഈ ബേസ് ഫീസും ഈ 3 രാജ്യങ്ങളുടെ ഫീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 2717 സ്വിസ് ഫ്രാങ്ക്സ് ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2,94,000 രൂപയായിരിക്കും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഫീസ്. പിന്നെ പ്രൊഫഷണൽ ഫീസ് നമുക്ക് അതിനനുസരിച്ചിട്ടുണ്ടാവും. അപ്പം ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ പലപ്പോഴും ആവേശത്തിൽ നമുക്ക് എല്ലാ രാജ്യത്തിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പലരും എൻക്വയറി ഇടാറുണ്ട്. അവസാനം അവർ എൻക്വയറി മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫീസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് കാണത്തില്ല, ആ മെസ്സേജ് റിപ്ലൈ പോലും കാണത്തില്ല, അവരങ്ങ് പോകും. പക്ഷേ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി വളർത്തണം എന്ന് ആഗ്രഹമുള്ള അത്തരത്തിലുള്ള എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിഷനുള്ള ഓൺട്രപ്രണേഴ്സ് ഉണ്ടല്ലോ, അവർ ഡെഫിനറ്റ്ലി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും മടി കാണിക്കാറില്ല. അവർ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ബ്രാൻഡ് പ്രൊട്ടക്ഷനിൽ. കാരണം അവർക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ ദിസ് ഓൾ അബൌട്ട് ദ സോ കോൾഡ് ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് മാർക്ക്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായല്ലോ, റൈറ്റ്? സോ നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ibmaster.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൾ അവർ കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ഓൾ. ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.